ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് അക്ഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഫോളോ യുവർ പാഷൻ എന്നൊരു സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്. ഫോളോ യുവർ പാഷൻ, നിങ്ങളെ പാഷൻ ഫോളോ ചെയ്യുക എന്നുള്ളത്. ഫോളോ യുവർ പാഷനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സിനിമകളിൽ ഒരുപാട് ബുക്സിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കണ്ടറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് പകർന്നു തരിക എന്നുള്ളതാണ് എൻ്റെ മുന്നിലേക്കുന്ന ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. സോ എപ്പോഴത്തെയും പോലെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് തുടങ്ങാം. എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സൊക്കെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും ഞാനൊരു BTech ഗ്രാജുവേറ്റ് ആണെന്നുള്ളത്. ഏതൊരു ഇൻ്റർവ്യൂക്ക് പോയാലും അല്ലെങ്കിൽ ഏതൊരു ഫാമിലി ഫംഗ്ഷന് പോയാലും എനിക്ക് വരുന്നത് ഒരേ ക്വസ്റ്റ്യനാണ്. അതെന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ. നീ എന്തിനാണ് എഞ്ചിനീയറിംഗ് എടുത്തതെന്നുള്ളത് പല ആൾക്കാരായിട്ട് ചോദിച്ച് ഞാനിങ്ങനെ ഉത്തരം പറഞ്ഞ് മടുത്തൊരു കാര്യമാണിത്. ചോദിക്കുന്നവരോട് എല്ലാവരോടും പറയുന്ന ഒരേ ആൻസറാണ് എഞ്ചിനീയറിംഗ് എൻ്റെ വഴിയല്ല, ഐ ഹാവ് ബിഗർ പ്ലാൻസ് എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെ ഫാമിലീൻ്റെ സൈഡിൽ നിന്ന് നമ്മളെ റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഭയങ്കരമായൊരു പ്രഷർ വരാറുണ്ട്. ചുമ്മാ തോന്നിയ പോലെ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്, ചെയ്യുന്നതൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു കാര്യം ചിലപ്പോൾ സത്യമാണെന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഡ്രീംസിൻ്റെ പുറകെയുള്ള ഓട്ടം തുടങ്ങിയിട്ട് കാലം കുറച്ചൊന്നല്ലല്ലോ ആയതെന്നുള്ളത്. പക്ഷേ അങ്ങനെ വർഷക്കണക്ക് പറയാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. സമയമാകുമ്പോൾ എല്ലാം ശരിയാവും, അതാണ് ഒരു പ്രതീക്ഷ എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതി ഇതായിരിക്കണം എന്നില്ല. ഗോഡ് ഹാവ് ഡിഫറെൻറ്റ് പ്ലാൻസ് എന്ന് പറയുന്ന പോലെ നമ്മൾ കുറച്ചുകൂടി സ്കിൽഡ് ആയിട്ടുള്ള, നമുക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പാഷൻ നമുക്ക് ഉണ്ടാവും. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇന്ന് സക്സസ്ഫുള്ളായി നിൽക്കുന്ന പലർക്ക് പിന്നിലും ഇതേപോലെ കുറേ സ്ട്രഗിൾസും കുറേ പെയിൻസൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവരിതൊക്കെ താണ്ടിയിട്ടാണല്ലോ അവിടെ എത്തി നിൽക്കുന്നത്. അതുപോലെ നമുക്കും ഒരു ദിവസം വരുന്നുള്ളതാണ്. ഇപ്പോൾ സ്പോർട്സിൻ്റെ കേസ് എടുത്താൽ ധോണീൻ്റെ കഥ അറിയാം നമുക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ ഷാറൂഖ് ഖാൻ്റെ കഥ അറിയാം. ആക്ടിങ്ങിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മുടെ മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ടോവിനോ തോമസിൻ്റെ കാര്യമൊക്കെ അറിയാം. അപ്പോൾ ഇവരൊക്കെ ഇത്രമാത്രം സ്ട്രഗിൾസ്, ഇത്രയും വർഷത്തെ കഷ്ടപ്പാട് കഴിഞ്ഞിട്ടാണ് അവർ ഈ ഒരു പൊസിഷനിൽ അവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കടന്നുപോയ സ്ട്രഗിൾസ് ഒന്നും ഒരു സ്ട്രഗിൾസ് അല്ല എന്നും ഇനി എത്രയോ ദൂരം താണ്ടാൻ കിടക്കുന്നുണ്ടോ എന്നും മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഞാൻ ISL ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കട്ട ഫാനാണെന്ന് അവർക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, 3 തവണയായിട്ട് 3 ഫൈനലിലായിട്ടാണ് നമുക്ക് കപ്പിനും ചുണ്ടിനിടയിൽ ആ ഒരു കിരീടം നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കമൻറ്റേറ്റർ ഐജോട്ടൻ പറയുന്ന ഒരു കഥയുണ്ട്. പലവട്ടം തോറ്റിട്ടും എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ വീണ്ടും പുറപ്പെട്ട ബ്രിട്ടീഷ് പർവ്വതാരോഹകൻ ജോർജ് ആൽബർട്ട് മഹേറയോട് 1 നൂറ്റാണ്ട് മുമ്പ് ലോകം ചോദിക്കേണ്ടായി എന്തിനു വീണ്ടും. അവരോട് അദ്ദേഹത്തിന് ഒരു മറുപടി ഉണ്ടായിരുന്നുള്ളൂ, ബിക്കോസ് ഇറ്റ്സ് സ്റ്റിൽ ദെയർ. അത് കീഴടക്കും വരെ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ദെൻ യു വിൽ സക്സീഡ്. അത് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് നടക്കുമായിരിക്കും, ചിലപ്പോൾ ഒരു വർഷം എടുത്തേക്കാം, അല്ലെങ്കിൽ 10 വർഷം എടുത്തേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ എടുത്തേക്കാം. പക്ഷേ ഒന്നിനും തളരാതെ തകർന്നു വീഴുമ്പോഴും വീണ്ടും എഴുന്നേറ്റ് ഓടാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ടോ. മാർക്ക് മൈ വേർഡ്സ്, യു വിൽ ബി സക്സസ്ഫുൾ എന്നുള്ളതാണ്. ഇത് ഞാൻ എന്നോടും കൂടി പറയുന്ന ഒരു കാര്യമാണല്ലോ. സത്യം പറഞ്ഞാൽ എൻ്റെ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരാൾ ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ നടത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുന്നതെന്നുള്ളത്. പാഷൻ ഫോളോ ചെയ്യുക എന്നുള്ളത് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമ്മളിൽ പലരും ചെറിയ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുന്നവരാണ്. നമ്മളെ കൂടെയുള്ള ആൾക്കാരെ കൂടി ഈ ഒരു കാര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോഴും പ്രഷറൈസ് ചെയ്യുന്ന, സ്ട്രെസ്സ് മാത്രം തരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് നമ്മളെ കൂടെ ഉള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ ഗോളിൽ നിന്ന് ഉറപ്പായിട്ട് ഡീവിയേറ്റഡ് ആവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് സെറ്റിൽ ആവപ്പെടാന്നുള്ള തോട്ട്സൊക്കെ വരാൻ തുടങ്ങും. എൻ്റെ അടുത്ത് പലരും പറഞ്ഞ കാര്യമാണ്, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കഴിഞ്ഞ് നല്ല സ്കോപ്പില്ലേ പുറത്തൊക്കെ, ഒന്ന് എബ്രോഡ് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സാലറി കിട്ടൂല, അത് എന്നൊക്കെ. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് എൻ്റേതായ ഒരു പ്ലാൻസ് ഉണ്ട്, എൻ്റേതായ കുറേ ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ അണ്ടർ പെയ്ഡ് ആയിരിക്കാം, പക്ഷേ ഈ ഒരു സാലറിയും കാര്യമൊന്നുമല്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ദാറ്റ്സ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യമാണ് മനുഷ്യനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, അക്ഷയുടെ പേഴ്സ്പെക്റ്റീവിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആരാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഏറ്റവും സമാധാനത്തോടെ അല്ലെങ്കിൽ എപ്പോഴും സമാധാനത്തോടെ സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റുന്ന ഒരാളായിരിക്കും എന്നുള്ളത്. ഇതൊരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ആൻസർ ആണെന്നുള്ള കാര്യം എനിക്കറിയാം. ബട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എപ്പോഴും സമാധാനത്തോടെ ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ അനാവശ്യ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ എപ്പോഴും ഉറങ്ങാൻ പറ്റുക എന്നുള്ളത് നമുക്ക് എപ്പോഴും പറ്റാറുണ്ടോ? എനിക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ പറ്റുന്നുണ്ട്. ദൈവം സഹായിച്ച് പറ്റുന്നുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സും ഒരു ജോയ് കിട്ടുന്നുണ്ട് എനിക്ക്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഞാൻ ഈ പഠിക്കുന്ന ടൈമിലെല്ലാം എനിക്ക് അത്യാവശ്യത്തിനധികം സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്. ഓരോ ദിവസം ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, ഒട്ടും ഇൻട്രസ്റ്റിംഗ് ഉള്ള സബ്ജക്ട്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അവിടെ തീരുമാനിച്ചാണ് ഞാൻ എന്തായാലും ഇനി എൻ്റെ ലൈഫിൽ ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യം മാത്രമേ ചെയ്തുള്ളൂ, അതൊക്കെ ചെയ്തിട്ട് മാത്രമേ ജീവിക്കുള്ളൂ എന്നുള്ളത്. ഇവിടെ എല്ലാം എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായത് എൻ്റെ കൂടെ വയ്ക്കുന്ന കുറച്ച് ഫ്രണ്ട്സാണ്. എന്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ടായാലും അവർ തരുന്ന ഒരു മെൻറ്റൽ സപ്പോർട്ട് ഉണ്ടല്ലോ, ഐ നെവർ ഫോർഗെറ്റ് ദോസ്. ഈ ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. മച്ചാൻ ഇതുപോലെ ആർമിയിൽ കയറാനായിട്ട് ഇല്ല എത്രയോ റിക്രൂട്ട്മെൻറ്റ് റാലീസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവസാനം അവന് കിട്ടി. ഇതിലൊക്കെ അവനെ സപ്പോർട്ട് ചെയ്തത് അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്നുള്ളതാണ്. അവന് കൊടുത്തൊരു സപ്പോർട്ടാണെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അവൻ അവളെ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇത്രയും കഷ്ടപ്പെട്ടത് പോലും. പക്ഷേ അവൻ്റെ സ്റ്റോറി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ക്ലാസ് ചെയ്യുന്നതാണ് 4 മണിക്കാണ്ട് ക്ലാസ് വിടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ ബസ് കയറി പോകുന്നവരെ ഇവനിങ്ങനെ എന്നെയും പിടിച്ച് പോസ്റ്റാക്കിയിട്ടാണ് നിൽക്കുക. ഇവിടെ ഇങ്ങനെ നിൽക്കും ബസ് സ്റ്റോപ്പിൽ. എല്ലാവരും പോയിട്ടുണ്ടാവും, ബാക്കി സ്റ്റുഡൻസ് എല്ലാം പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇവനും മാത്രമേ ഉണ്ടാവും ആ ടൈമിൽ. പക്ഷേ ഇവനിങ്ങനെ റിലേഷൻഷിപ്പിലൊന്നും അല്ല, ഇവനിങ്ങനെ ചുമ്മാ അവളോട് സംസാരിക്കുക അല്ലെങ്കിൽ അവളെ കാണാനായിട്ട് നിൽക്കുന്നത് മാത്രമാണ്. പക്ഷേ ഞാൻ അവനോട് ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അന്ന് സ്കൂൾ വിട്ടിട്ട് കുറേ വെയിലൊക്കെ ഉണ്ടായാൽ എന്താ, ഇപ്പോൾ കാത്തിരിക്കാൻ ഒരു പാർട്ട്ണർ ആയില്ലേ എന്നുള്ളത്. നമ്മളൊക്കെ ഇപ്പോഴും എന്താ പറയുക സാഡ്. അതൊക്കെ പോട്ടെ, അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്തായാലും പറഞ്ഞു തുടങ്ങിയത് ഫോളോ യുവർ പാഷനെ കുറിച്ചായിരുന്നു. പറഞ്ഞ് നമ്മൾ എവിടേക്കോ എത്തിയല്ലേ. എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റട്ടെ, അതിലൊരു നല്ല പൊസിഷൻ നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോറീസ് ഇത് അക്ഷയാണ്, കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിരുന്നു ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ.